അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിലെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് ട്രംപ് വിശദമാക്കുന്നത്. ഇറാനിൽ നിലവിലുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിക്കാനും ഗവൺമെന്റ് ഉത്തരവായി. കൂടാതെ ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും യുഎസ് ഉദ്യോഗസ്ഥരെയും സൈനികരെയും തിരിച്ചുവിളിക്കാനുള്ള അനുമതിയും ട്രംപ് ഭരണകൂടം നൽകിക്കഴിഞ്ഞു. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് അമേരിക്ക പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. അവർക്കത് നിർമ്മിക്കാൻ കഴിയില്ല, അത്ര തന്നെയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അമേരിക്കയുമായുള്ള ഇറാൻ ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉടൻ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇറാന്റെ ആണവ നിർമ്മാണം ഇസ്രായേലിന് കടുത്ത ഭീഷണിയെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ ഇറാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാന്റെ പ്രതിരോധ മന്ത്രി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും യുഎസ് എംബസികൾക്ക് അടിയന്തര സുരക്ഷാ പദ്ധതി തയ്യാറാക്കാനും പൗരന്മാർക്ക് പുതിയ യാത്രാ മാർഗനിർദ്ദേശവും ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർണായക ഘട്ടത്തിലൂടെയാണ് ഇറാൻ ഇസ്രായേൽ വിഷയം കടന്നുപോകുന്നത്. ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ ഏതു നിമിഷവും ഇറാനുമേൽ സൈനിക നടപടിക്കുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.